തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലാണ് കൊല്ലം നഗരം. കോർപ്പറേഷനിലെ പ്രധാനപ്പെട്ട ഡിവിഷനുകളിൽ മത്സരം ശക്തമാകും. 90കളിൽ BJP വിജയം നുകർന്ന ഒരു സ്ഥലമാണ് താമരക്കുളം. ആ സീറ്റ് വീണ്ടും തിരികെ പിടിക്കാനുള്ള കടുത്ത പോരാട്ടത്തിലാണ് ഇത്തവണത്തെ BJP സ്ഥാനാർത്ഥി. 1995, അതായത് 30 വർഷം മുമ്പ് BJP വിജയിച്ച ഒരു സ്ഥലത്ത് അതേ വർഷം ജനിച്ച ഒരു 30-കാരനാണ് ഇത്തവണ മത്സര രംഗത്തുള്ളത്. കൊല്ലം കോർപ്പറേഷനിലെ താമരക്കുളം ഡിവിഷനിലെ സ്ഥാനാർത്ഥിയാണ് പ്രണവ് താമരക്കുളം. എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ വാർഡിൽ സജീവമാണ്. എല്ലായിടത്തും ഇനി എല്ലാ വീടുകളിലേക്കും എത്തുക തന്നെയല്ലേ ലക്ഷ്യം? തീർച്ചയായിട്ടും. ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചതിന് ശേഷം തന്നെ നമ്മൾ എല്ലാ വീടുകളിലും കൃത്യമായ സമ്പർക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേനൽ നല്ല രീതിയിൽ വേനൽ ചൂടുണ്ട്. അതിനേക്കാൾ ഏറെ ചൂടിലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം. എല്ലാ ജനങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നുണ്ട്. ഈ ജനിച്ച സമയത്തായിരുന്നു ഈ വാർഡ് BJP ജയിച്ചിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് ഇടതുപക്ഷ ഭരണം ആയി. അതെ, ഇപ്പോൾ 1995 ഇവിടുത്തെ എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള രാംരാജ് സാറ് ജയിച്ചിട്ടുള്ളത്. അന്നിവിടെ വളരെ നല്ല വികസന പ്രവർത്തനങ്ങളാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. ഇന്നും ഓരോ വീട്ടിലും BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് വോട്ട് അഭ്യർത്ഥിച്ച് ചെല്ലുമ്പോൾ അന്ന് രാമരാജ് റെഡ്ഡിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ നമ്മൾ പ്രചരണ വേളയിൽ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ടാണ് ഇറങ്ങുന്നത്. 1995 അദ്ദേഹം ജയിച്ച അതേ സമയത്ത് തന്നെയാണ് ഞാൻ ജനിച്ചത്. അതുകൊണ്ട് തന്നെ അതൊരു നിയോഗമായിട്ട് കാണുന്നു. അപ്പോൾ എന്തായാലും ഈ ചുമരെടുത്തൊക്കെ അങ്ങനെ സജീവമാണ്. അപ്പോൾ അവരുടെ കൂടെ നിന്ന് പ്രചരണത്തിനും വോട്ട് പിടുത്തത്തിനും എല്ലാം തന്നെ അവരോടൊപ്പം തന്നെയാണല്ലേ? 100% എല്ലാവരും വളരെ സജീവമായിട്ട് നിൽക്കുന്നു. ഇപ്പോൾ തന്നെ സമയം 10-12 മണി ഉച്ച സമയമായി. എന്നാൽ തന്നെയും റെസ്റ്റ് ഇല്ലാതെ പ്രവർത്തന രംഗത്ത് തന്നെയാണ്. ആളുകളെല്ലാവരും ജോലിക്ക് പോയിട്ടുണ്ടെങ്കിലും അവരുടെ വീടുകളിലുള്ള മുതിർന്ന ആളുകളെ കാണുകയും അവരെ സമ്പർക്കം ചെയ്യുന്നുണ്ട്. എല്ലാവരും വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഈ പേരിനൊപ്പമുള്ള താമരക്കുളം അത് നേരത്തെ തന്നെ ശ്രദ്ധേയമാണ്, പ്രണവ് താമരക്കുളം. അപ്പോൾ ഈ സ്ഥലം ഇവിടെ തന്നെ ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കാനുള്ള അവസരം ലഭിച്ചു. എങ്ങനെ കാണുന്നു? 100% വളരെ സന്തോഷമായിട്ടാണ് കാണുന്നത്. പ്രണവ് താമരക്കുളം എന്നുള്ള പേരിന് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. ഇവിടുത്തെ കുടിവെള്ള പ്രശ്നത്തിലാണെങ്കിലും പരിസ്ഥിതി പ്രശ്നത്തിനാണെങ്കിലും താമരക്കുളം കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റൊരു സ്ഥലം. എൻ്റെ ഹൃദയത്തിൽ ഉള്ള താമരക്കുളമാണ് പേരിനോടൊപ്പം ചേർത്ത് വെച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പ്രണവ് പ്രകാശ് എന്നുള്ള പേരാണെന്നുണ്ടെങ്കിൽ ഇപ്പം പൊതുപ്രവർത്തന രംഗത്ത് വന്നപ്പോഴേക്കും അത് പ്രണവ് താമരക്കുളമാണ്. തീർച്ചയായും. എന്തായാലും കരുത്തുറ്റ എതിരാളികളാണോ? അതായത് വാർഡിനെ സംബന്ധിച്ചിടത്തോളം UDFിൻ്റെ ആയാലും അതോടൊപ്പം തന്നെ LDFിൻ്റെ ആയാലും നമുക്ക് സൂചന ലഭിക്കുന്നത് മേയർ സ്ഥാനാർത്ഥികളൊക്കെയാണ് ഇവിടെ മത്സരിക്കുന്നത്. ഇവിടെ മേയർ കഴിഞ്ഞ എല്ലാ വർഷവും ഇവിടെ മേയർമാരായിരുന്നു വന്നിട്ടുള്ളത്. ആ മേയർമാരൊന്നും തന്നെ KC-കാർ ചുറ്റിക്കറങ്ങി നടക്കുന്നതല്ലാതെ ഇവിടെ യാതൊരുവിധ വികസനവും നടത്തിയിട്ടില്ല. മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആളുകളുടെ ഡിവിഷനിൽ തന്നെയാണ് കഴിഞ്ഞ 10 മാസമായിട്ട് കുടിവെള്ള പ്രശ്നം രൂക്ഷമായി നിന്നത്. ആരും തിരിഞ്ഞു നോക്കിയില്ല. അതിന് ഇടപെട്ടത് നമ്മൾ തന്നെ ആയിരുന്നു. BJP ആയിരുന്നു. ഇവിടുത്തെ അമ്മമാരോടൊപ്പം സമരം നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ആണ്ടാമുക്കം വയലിൽ 55 ഡിവിഷനിലെയും മാലിന്യ കൂമ്പാരങ്ങൾ കൊണ്ടിട്ടുകൊണ്ട് അതൊരു ബ്രഹ്മപുരമാക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. അവിടെ പ്ലാസ്റ്റിക് മാലിന്യം കത്തി വിഷപ്പുക പടർന്ന സാഹചര്യത്തിൽ BJPയുടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ കൊണ്ടാണ് അത് മാറ്റിയത്. ഇന്ന് അവിടെ ഒരു ഹരിതഭംഗിയായിട്ടുള്ള സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുന്നു. അത് പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ BJP ഇവിടെ ജയിച്ചേ ആകത്തുള്ളൂ. ഇവിടുത്തെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നം അത് എന്നെയും നേരിടുന്ന പ്രശ്നമാണ്. കാരണം ഞാൻ ഈ താമരക്കുളത്ത് ജനിച്ച് വളർന്ന ഒരാളാണ്. ഇവിടുത്തെ പരിസ്ഥിതി പ്രശ്നവും ഇവിടുത്തെ ജലദൗർലഭ്യവും ഉൾപ്പെടെയുള്ളത് എന്നെയും സംബന്ധിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ കൃത്യമായ ഇടപെടൽ അതിനകത്ത് ഉണ്ടാവുന്നതാണ്. എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഉറപ്പെന്താണ്? കൂടുണ്ടാവും, 100% കൂടുണ്ടാവും. ഈ നാട്ടിലെ നിത്യപ്രശ്നങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാവും. നിങ്ങളാരും ഒറ്റയ്ക്കാകില്ല. അത് 100% ഹൃദയത്തിൽ തൊട്ട് പറയുകയാണ്. എല്ലാവരും നരേന്ദ്രമോദി നടപ്പിലാക്കുന്ന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കും. അതോടൊപ്പം തന്നെ 24 മണിക്കൂറും കുടിവെള്ളം എത്തിക്കാനുള്ള പ്രവർത്തനം നടക്കും. മാലിന്യ നിർമ്മാർജ്ജനത്തിന് കൃത്യമായിട്ടുള്ള പദ്ധതി നടപ്പിലാക്കും. മുതിർന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഓരോ ക്ഷേമ പദ്ധതിയിൽ അവരെ വീടുകളിൽ കൊണ്ടെത്തിക്കുന്നതായിരിക്കും. തീർച്ചയായും. എന്തായാലും അങ്ങനെ ഇലക്ഷൻ പ്രചരണം കൊല്ലത്തങ്ങനെ ആ ചൂടിലാണ്. അതിൽ തന്നെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വികസന മുരടിപ്പ് തന്നെയാണ്, കോർപ്പറേഷൻ്റെ വികസന മുരടിപ്പ് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. BJP മുന്നോട്ട് വയ്ക്കുന്ന വികസിത കേരളം അത് വികസിത കൊല്ലമായി. ഇവിടേക്ക് സ്ഥാനാർത്ഥികൾ അങ്ങനെ ഓരോ വീട്ടിലേക്കും കയറുമ്പോൾ അവർ പറയുന്നതും അത് തന്നെയാണ്. എന്തായാലും താമരക്കുളം ഡിവിഷനിലെ വിശേഷങ്ങളാണ് നമ്മളോട് പ്രണവ് പങ്കുവച്ചത്. എന്തായാലും കരുത്തുറ്റ ഒരു മത്സരം തന്നെ നമുക്ക് കൊല്ലം കോർപ്പറേഷനിൽ കാണാൻ സാധിക്കും. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് BJP സ്ഥാനാർത്ഥികളും. ബിജു പരൂരിനൊപ്പം M മനോജ്, ജനം, കൊല്ലം.